ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ചെമ്പനി റിപ്പോവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി സച്ചിയെ എടുത്തിട്ട് അങ്ങോട്ട് കൊടയുകയാണ്. നിങ്ങൾ ഇനി മേലെ അങ്ങോട്ട് പറയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, അയ്യോ അത് പിന്നെ രേവതി, അതെ നമുക്ക് വരുന്ന കസ്റ്റമർ ഇല്ലേ അവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല അങ്ങനെയൊക്കെ പറയുന്നത്. അത് ശരി, അപ്പം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ഉറഞ്ഞു തുള്ളുന്നവളാണെന്നൊക്കെ ഇങ്ങനെ പറയുമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കൈ പിടിച്ച് ധരിക്കുകയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് സെറ്റിലേക്ക് തള്ളിയിടുകയാണ്. അയ്യോ രേവതി, നിനക്ക് ഇത്രയും ദേഷ്യമാണോ? വേണ്ട, നിങ്ങളോട് ഞാൻ ഇനി മിണ്ടുന്നില്ല. ഞാനും ഇതേപോലെ പൂ മേടിക്കാൻ വരുന്ന ആൾക്കാരോട് പറയട്ടെ, എൻ്റെ ഭർത്താവ് കുടിയനാണ്, എൻ്റെ ഭർത്താവ് ഗുണ്ടയാണ്, തെമ്മാടിയാണെന്നൊക്കെ ഞാനും പറയട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്ക് പറഞ്ഞോ, എനിക്കതിന് കുഴപ്പമൊന്നുമില്ല. പറഞ്ഞെന്ന് വിചാരിച്ച എന്താ പ്രശ്നം? എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ പൂ ഒരുപാട് വിറ്റ് പോകുന്നുണ്ടെങ്കിൽ അതെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ രേവതി. അങ്ങനെ പറഞ്ഞോളാനേ. ഇത് കേട്ട രേവതിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ, വേണ്ട ഇനി എന്നോട് ഒരു അക്ഷരം വേണ്ട, നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, രേവതി, അപ്പം നീ എന്നോട് ക്ഷമിക്കില്ലല്ലേ? അപ്പോൾ നീ അത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തല്ലേ? ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെ വന്നത്, കുറച്ച് അലുവയ്ക്കായിട്ട് എന്നോടൊക്കെ ദേഷ്യമൊക്കെ മാറ്റാൻ ഞാൻ അറിയാതെ പറഞ്ഞു പോയതല്ലേ, അതൊരു തമാശ രീതിയിൽ എടുക്കുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീ എന്നോട് ഇങ്ങനെയൊന്നും പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല രേവതി. അപ്പോൾ എന്നോട് അരിശയാണല്ലേ രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ സോപ്പിട്ടിങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ മനസ്സൊക്കെ ഒന്ന് മാറുകയാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ, ശരി ഞാൻ ക്ഷമിച്ചു, ഇനി എന്നെ കലിതുള്ളവൾ നിന്ന് പറയോ? അയ്യോ ഇല്ല, ഞാൻ കലിയെന്നുള്ളൊരു വാക്കേ മിണ്ടില്ല. എന്താ അതുപോലെ? എങ്കിൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് ആലുവ എടുത്ത് കഴിക്കുക. ആലുവ നമ്മുടെ രേവതിക്ക് സച്ചി വാല് വെച്ച് കൊടുക്കണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാല് വെച്ച് കൊടുത്ത് ആ ഒരു സ്നേഹപ്രകടനങ്ങൾ അവിടെ നടത്തുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുധിയാണ്. അപ്പോൾ സുധിയാണെങ്കിൽ ആകെ കാലി കൊണ്ടൊരവസ്ഥയിലാണ്. കാരണം ഈ ശ്രുതിയുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞല്ലോ. കാരണം അവൾ വലിയൊരു കള്ളത്തരം പറഞ്ഞത്. അവളുടെ കൂട്ടുകാരി ആ ഷോറൂമിൽ ഇരിക്കുമ്പോഴും ഞാൻ കൂട്ടുകാരിയുടെ ഒപ്പമാണെന്ന് പറഞ്ഞ് അവളെ പിന്നെ എങ്ങനെ വിശ്വസിക്കാനാ? അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമാഞ്ഞിങ്ങനെ നടക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോഴാണ് ശ്രുതി വരുന്നത്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ, എൻ്റെ ദൈവമേ, ശ്രുതിയാണെങ്കിൽ എൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കുകയും ചെയ്തു. എന്ത് ഞാൻ പറയും, എങ്ങനെയെങ്കിലും ഇത് പിടിച്ച് നിന്നേ മതിയാവുള്ളൂ, എൻ്റെ കള്ളത്തരം മൊത്തം പൊളിഞ്ഞല്ലോ എന്നൊക്കെ ശ്രുതി വിചാരിച്ച നേരെ ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ്. ശ്രുതി എന്നും വിളിച്ചുകൊണ്ട്, നീ എന്തിനാ എൻ്റെ അടുത്ത് വന്നത്? എന്താ ശ്രുതി, എന്താ ഇങ്ങനെ പറയുന്നത്? എന്നോട് ദേഷ്യമാണോ? ദേഷ്യമോ? എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം? നീ എന്തെങ്കിലും തെറ്റ് എന്നോട് ചെയ്തോ? നീ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ദേഷ്യമാണെന്ന് ചോദിക്കുന്നത്? എന്ത് തെറ്റാ നീ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ശ്രുതി, അത് പിന്നെ ഞാൻ പോയില്ലേ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ കുറേ വിക്കിയൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും, എന്ത് പോയതുകൊണ്ട്? നീ എവിടെയായിരുന്നു? നീ കൂട്ടുകാരത്തിനൊപ്പം ആയിരുന്നൊക്കെ അല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്തായി? നീ എങ്ങോട്ടാ പോയത്? എനിക്കിപ്പോൾ നിന്നെ സംശയം ഉണ്ടെന്ന് പറയാണ്. ശ്രുതി, എന്താ ശ്രുതി ഇത് സംശയമോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്ക്. വേണ്ട ശ്രുതി, എനിക്ക് നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ടുള്ള താല്പര്യമില്ല. നീ എന്നോട് കള്ളത്തരം പറഞ്ഞുകൊണ്ടാ പോയത്. ശ്രുതി, ഞാൻ നിന്നോട് കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ നിന്നോട് സത്യാവസ്ഥ അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. പിന്നെ പക്ഷേ നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അത് നമ്മൾ ബെസ്റ്റ് കപ്പിളിൽ പങ്കെടുക്കാൻ പോയില്ലേ, അപ്പോൾ ആ ജഡ്ജി പറഞ്ഞത് ഇപ്പോൾ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നീ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എന്താ ശ്രുതി നീ പറഞ്ഞു വരുന്നത്? എനിക്ക് എന്തെങ്കിലും അവിഹിതം ഉണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പക്ഷേ നീ ഈ ദേഷ്യപ്പെടുമ്പോഴും നിന്റെ ഏതോ കള്ളത്തരങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ തമ്മിൽ അറിയാത്ത എന്തൊരു രഹസ്യം നിന്നിലുണ്ട്. അതുകൊണ്ടാണ് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും നീ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഒരു പരിഭ്രമിച്ച് നിൽക്കുന്നതെന്നൊക്കെ ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതിക്ക് അങ്ങോട്ട് പേടി തോന്നുകയാണ്. ദൈവമേ, പെട്ടുപോയോ എന്ന് ചിന്തിച്ചാണ് ശ്രുതി നിൽക്കുന്നത്. അങ്ങനെ ശ്രുതി പെട്ടെന്ന് തൻ്റെ ബാഗിൽ നിന്ന് ഒരു ചുമന്ന ഒരു തുണി എടുക്കുക. കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി, ഞാൻ പറയുന്നത് വിശ്വാസമാവുന്നില്ലല്ലോ, ശ്രുതി നോക്ക്, ഞാൻ എങ്ങോട്ടാണ് പോയതെന്ന് മനസ്സിലായി, ഇതൊന്ന് നോക്കിയേന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അത് നോക്കാം. നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു രുദ്രാക്ഷമാലയാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ ആ മാല കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, എന്താ ഇത്? അതെ, ഞാൻ പോയത് വേറെങ്ങുമല്ല, ഞാനൊരു സ്വാമിയെ കാണാൻ വേണ്ടി പോയത്. അങ്ങ് ദൂരെ എന്ന് പറഞ്ഞിട്ട് സ്ഥലപ്പേരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്.
സ്വാമിയെ കാണാൻ വേണ്ടിയോ? എന്തിന്? അത് ശ്രുതിക്ക് വേണ്ടി ഇത് പൂജിച്ച് മേടിക്കാനായിട്ട്. അതിനു വേണ്ടിയേ ഞാൻ പോയത്. അല്ല, ഈ ഇടയിട്ട് ശ്രുതിക്ക് നല്ല പേടിയൊക്കെ ഉണ്ടല്ലോ, ഡ്രസ്സുകളെല്ലാം കളറുകളെല്ലാം മാറി മാറി ഇടുന്നു, അങ്ങനെ കുറേ പേടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പോയി സ്വാമിയോട് പറഞ്ഞായിരുന്നു. അപ്പോൾ സ്വാമിയാണ് ഈ മാല തന്നത്. ഇത് കഴുത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പേടിയും മാറും, നല്ല രീതിയിൽ ആകും, എല്ലാ ടെൻഷനുകളും മാറുമെന്നാ എന്നോട് സ്വാമി പറഞ്ഞതെന്നും പറയാണ്. ഇത് കേട്ടിട്ടും ശ്രുതിക്ക് അത്ര വലിയ തൃപ്തിയൊന്നും പോരാ. ശ്രുതിയെ തന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. എന്താ ശ്രുതി, എന്താ? ഹോഹോ, അല്ല, ഞാൻ ഈ ഡ്രസ്സുകൾ കളർ മാറി മാറി ഇടുന്നത് നീ കണ്ടതാ. അപ്പോൾ നീ അതിനെ കുറിച്ച് പറഞ്ഞ് നീ കളിയാക്കി നോക്കി എന്നെ ചിരിച്ചു. എന്നിട്ട് നീ പറഞ്ഞത് നിനക്കിതിൽ നിന്ന് ഒരു വിശ്വാസവും ഇല്ല, ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണ് എന്നൊക്കെയല്ല നീ എന്നോട് പറഞ്ഞത്. ഇപ്പം എവിടെ നിന്ന് പൊട്ടിമുളച്ച് വന്നു നിനക്ക് ഈ വിശ്വാസം? ഈ രുദ്രാക്ഷമാലയൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ നിനക്ക് എങ്ങനെ വിശ്വാസം തോന്നി എന്ന് പറഞ്ഞപ്പോഴേക്കും അത് പിന്നെ ശ്രുതി, നീ ഇങ്ങനെ ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ കളർ മാറി മാറി ഇട്ടപ്പോൾ നിനക്ക് കൂടുതൽ മെച്ചപ്പെടാനായിട്ട് തുടങ്ങിയല്ലോ നിൻ്റെ ജീവിതം. അപ്പോൾ നമ്മുടെ ഇതിലും നല്ല പ്രോഫിറ്റൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങിയല്ലോ. അപ്പോഴാണ് എനിക്ക് വിശ്വാസം തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ സ്വാമിയെ കാണാനായിട്ട് പോയത്. അങ്ങനെയാ സ്വാമി എനിക്ക് ഈ രുദ്രാക്ഷമാല തന്നതെന്നും പറയാം. ഇത് കേൾക്കുമ്പോഴും ശ്രുതിക്ക് തീരെ വിശ്വാസമില്ല. എനിക്ക് നിന്നെ തീരെ വിശ്വാസം പോരാ. എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ സംശയങ്ങൾ കടന്നുകൂടിയിരിക്കുകയാണ്. നീ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നീ ഇങ്ങനെ എന്നോട് പെരുമാറാനുള്ള കാരണം എന്നും പറയാണ്. ഓഹോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇനി വേറൊരു അടവും പയറ്റാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലാ. ഇങ്ങനെ കരഞ്ഞ് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ശ്രുതി, നിനക്കെന്നെ വിശ്വാസമില്ലല്ലേ? ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ ഭർത്താവിൻ്റെ നല്ലത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. നീ അല്ലാതെ പിന്നെ എനിക്ക് വേറെ ആരാ ഉള്ളത്? എൻ്റെ അച്ഛനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലാത്ത കണക്കാണ് എനിക്ക്. എൻ്റെ ഒരു ആശ്വാസവാക്ക് പറയാൻ ആരാ ഉള്ളത്? എൻ്റെ ഭർത്താവിനൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വന്നത്. എന്നിട്ട് എന്നെ വിശ്വാസമില്ലാതെ നീ ഇങ്ങനെ നിൽക്കുകയാണല്ലോ ശ്രുതി. അപ്പോൾ ഈ ശ്രുതിയുടെ ഈ ഒരു കരച്ചിലും ഏറ്റുപറച്ചിലും ഒക്കെ കേൾക്കുമ്പോൾ ശ്രുതി വീണ്ടും അത്ര ദേഷ്യപ്പെടുന്നില്ല. ശ്രുതി ഞങ്ങളുടെ വിശ്വാസമില്ലാത്ത മട്ടിൽ തന്നെ നിൽക്കുക. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഇടങ്കണ്ണ് വെച്ച് നോക്കുകയാണ്. ഇടങ്കണ്ണ് വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ മുഖത്തിൽ ഒരു വ്യത്യാസമില്ല. അപ്പോഴേക്കും നിനക്കെന്നെ വിശ്വാസമായില്ലല്ലേ? എനിക്ക് മനസ്സിലായി, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ആ സ്വാമിയെ വിളിക്കാം. സ്വാമിയെ വിളിച്ചിട്ട് നിൻ്റെ കയ്യിൽ തരാം. നിനക്കപ്പോൾ വിശ്വാസമല്ലോ. അപ്പോൾ ഫോൺ എടുത്തിട്ട് സ്വാമിയാണെന്ന് പറഞ്ഞ് വിളിക്കുന്നത് നമ്മുടെ മീരയാണ്. അപ്പോൾ ശ്രുതി അയ്യോ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് മീരയെ വിളിക്കാം. അപ്പോൾ സ്വാമി, സ്വാമിയോ? അതെ, ഞാൻ തന്നെ. ഞാനേ ഇന്നലെ വന്ന് ഇത് മേടിച്ചായിരുന്നു, ഒരു രുദ്രാക്ഷമാല. അത് മേടിച്ചു. അതെ ശ്രുതി തന്നെ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അതെ, ആ മാലയെക്കുറിച്ച് പറയാൻ വേണ്ടിയാ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഭർത്താവിന് ചെറിയൊരു സംശയം. ആ ഒരു സംശയ കണ്ണോട് കൂടിയാണ് എന്നെ നോക്കുന്നത്. അപ്പോൾ സ്വാമിയുടെ അടുത്ത് പോയെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസം ആവണമെന്നില്ല അത്രേ. അതുകൊണ്ട് സ്വാമി ഒന്ന് സംസാരിക്കോ, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. പക്ഷെ ശ്രുതിക്കറിയാം ശ്രുതി അത് മേടിക്കില്ല എന്ന്. അങ്ങനെ ശ്രുതി പറയുകയാണ്, സംസാരിക്ക് ശ്രുതി. വേണ്ട, എനിക്ക് സംസാരിക്കേണ്ട. സംസാരിക്കേ, സ്വാമിയോട് സംസാരിക്കാൻ വേണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്കങ്ങനെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി ആ ഒരു കോള് കട്ടാക്കുകയാണ്. കട്ടാക്കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഒന്നും അല്ലാത്ത രീതിയിലേക്ക് സംസാരിക്കുകയാണ്. സ്വാമി, എൻ്റെ ഭർത്താവിന് എന്നെ വിശ്വാസമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഏതായാലും നന്ദിയുണ്ട് കേട്ടോ സ്വാമി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ട്. അയ്യോ, ഇതെന്തൊന്നും കേൾക്കുന്നില്ലല്ലോ. പക്ഷെ എന്തത്? അയ്യോടാ, കട്ടായി പോയല്ലോ ഫോണ് എന്ന് ശ്രുതി പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ്, ഇപ്പോൾ വിശ്വാസം ആയില്ലേ? ഞാൻ സ്വാമിയെ വിളിച്ചില്ലേ, പിന്നെന്താ സംസാരിക്കാതിരുന്നത്? അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഭാര്യയെ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് നിന്നെ വിശ്വാസം തന്നെയാണ്. പക്ഷേ ആ സമയത്ത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയപ്പോൾ എനിക്കൊരു സംശയമൊക്കെ തോന്നി. അത് പിന്നെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയല്ലേ. സർപ്രൈസ് ആണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയണം കേട്ടോ. സർപ്രൈസ് ആണെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയണമെന്നോ? അപ്പം പിന്നെ എങ്ങനെ സർപ്രൈസ് ആവുന്നത്? അതും ശരിയാണല്ലേ. അങ്ങനെ ശ്രുതിയുടെ ആ ഒരു മനസ്സങ്ങോട്ട് മാറ്റിയെടുത്തിരിക്കുകയാണ് ശ്രുതി ചെയ്തത്. ഏതായാലും ഈ മാല നീ ഇടണം ശ്രുതി, അതുകൊണ്ട് ഞാൻ ഈ മാല ഇട്ട് തരാം എന്നൊക്കെ പറയുകയാണ്. ശ്രുതി
നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമോ? എനിക്കോ? എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ആ മാല ഇടാൻ ശ്രമിക്കുമ്പോൾ ആ മാല ഇങ്ങോട്ട് തന്നെ, ഞാനിതേതായാലും പൂജാ റൂമിൽ കൊണ്ട് വെക്കാം, എന്നിട്ട് പൂജിച്ചിട്ട് ഈ മാല കഴുത്തിലിടാം. ആ ശരി ആയിക്കോട്ടെ, എങ്കിൽ പിന്നെ ഞാൻ പൂജാമുറിയിലേക്ക് പോകട്ടെ കേട്ടോ എന്നും പറഞ്ഞ് ശ്രുതി നേരെ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ മരവിച്ചൊരവസ്ഥ. കാരണം ഇത്ര എങ്ങനെ പിടിച്ചു നിന്നു പോലും ശ്രുതിക്ക് അറിയില്ല. കാരണം കള്ളത്തരത്തിൻ്റെ ആശാത്തിയാണല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഒരു കള്ളത്തരം അവിടെ കാണിച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ പോലീസുകാരെ തടഞ്ഞു നിർത്തുകയാണ്. എടാ നീ മദ്യപിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല സാർ, ഞാൻ മദ്യപിച്ച് വണ്ടി ഓടിക്കാറില്ല സാർ എന്നൊക്കെ പറയാം. എങ്കിലും നിന്റെ പേപ്പേഴ്സ് മുഴുവൻ എടുക്കുക സാർ, പേപ്പേഴ്സ് എല്ലാം കറക്റ്റാണ്. എടാ ഇങ്ങനെ എടുക്കടേ, ഞാൻ നോക്കട്ടേടാ. സാറേ ഇനി പെട്ടെന്ന് നോക്കണേ സാർ, എനിക്ക് അത്യാവശ്യം ഓട്ടം പോകാനുണ്ട് സാർ, ട്രിപ്പ് കിട്ടിയിരിക്കുകയാണെന്ന് പറയാം. ശരി ഞാൻ നോക്കട്ടെ. അങ്ങനെ നമ്മുടെ സച്ചിയുടെ പേപ്പേഴ്സ് നോക്കണം. അപ്പോഴാണ് അതാ വരുന്നു ശരത്ത്. ശരത്തിനെയും സ്കൂട്ടറിൽ വെച്ച് പിടിക്കുകയാണ്. എടാ നിൽക്കടാ അവിടെ എന്നും പറയുകയാണ്. എങ്ങോട്ട് പോകുന്നുണ്ടാ? സാർ ഞാൻ കോളേജിൽ പോവാണ്. ആഹാ കോളേജിൽ പോകാൻ 2 ബാഗാണോ സാർ? ബുക്കാണ് സാർ. ഇതിലെന്താടാ? ഇതിൽ ബുക്കാണ് സാർ. അപ്പോൾ ഇതിലെന്താടാ? അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ശരത്ത്. അപ്പോൾ ഇവിടെ എന്താണ് ബഹളമെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ സച്ചിയും വരികയാണ്. എന്തായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ അതേ ശരത്തിനെ കാണുകയാണ്. തുറക്കടാ ബാഗ്. അപ്പോൾ മറ്റുള്ള പോലീസുകാർ ശരത്തിൻ്റെ ആ ബാഗ് തുറക്കാം. അപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു മദ്യക്കുപ്പിയെ കിട്ടുന്നത്. സാറേ ഇവൻ മദ്യം കൊണ്ടാണല്ലോ സാറേ വന്നിരിക്കുന്നത്. അയ്യോ ഇതൊക്കെ ഒരു കുപ്പിയെന്നല്ല 2-3 കുപ്പിയുണ്ട്. ബിയറും ബ്രാൻഡിയും ഒക്കെ ഉണ്ടല്ലോ. എങ്ങോട്ടാടാ പോകുന്നത്? അത് പിന്നെ സാറേ ഒരു പാർട്ടിയുണ്ട്, ആ പാർട്ടിക്ക് കൂടാൻ വേണ്ടി ഞാൻ പോവുകയാണ് സാറേ. എന്നിട്ട് നീ എന്തിനാടാ കള്ളം പറഞ്ഞത്? എടാ നീ മദ്യപിച്ചിട്ടുണ്ടോടോ? സാർ ഞാൻ മദ്യപിച്ച് വണ്ടി ഓടിക്കാറില്ല സാർ, ഞാൻ മദ്യപിച്ചിട്ടില്ല സാർ. സാർ എന്തിനാ സാർ എന്നെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നതെന്ന് ചോദിക്കണം. നീ ആൾ കൊള്ളരുടെ, നിനക്ക് നല്ല തർക്കുത്തരം കൂടുതലാണല്ലോടാ. അപ്പോൾ സച്ചി അങ്ങോട്ട് വരികയാണ്. സച്ചി സാർ എന്താ സാർ പ്രശ്നം? എനിക്ക് അറിയുന്ന ആളാണ് സാർ, എന്താ പ്രശ്നം? അതെ ഇവൻ കോളേജിലാകാണെന്ന് പറഞ്ഞ ആദ്യം കള്ളത്തരം പറഞ്ഞു. എന്നിട്ട് കുറേ മദ്യക്കുപ്പിയും വെച്ചിട്ട് അവൻ പാർട്ടിക്ക് പോവുകയാണെന്ന്. സാർ ഇവരോടൊക്കെ എന്തിനാണ് സാർ പറയുന്നത്? എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം സാർ, എനിക്ക് ലൈസൻസ് ഉണ്ട്, ലൈസൻസ് നോക്കൂ സാർ എന്ന് പറഞ്ഞുകൊണ്ട് ലൈസൻസ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എടാ നീയേ ഒരുപാട് എന്നോട് നാക്കെടുക്കാൻ നിൽക്കരുത്. നാക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഇടിച്ച് ചമ്മന്തിയാക്കി ഞാൻ എന്ന് പറയാം. അപ്പോൾ ശരത്തൊന്ന് വായെടുക്കണം സാർ, ഇവനെ കിട്ടിച്ചിടുന്ന ഒരു കാര്യമില്ല സാർ, ഇവനൊക്കെ ഒന്ന് നന്നാകാനായിട്ട് പോകുന്നില്ല സാർ. അപ്പോഴേക്കും എടാ നിന്നെ പോലുള്ള കുടിയന്മാരെ ഇങ്ങനെ കുടിച്ചു കിടന്നാൽ ഞങ്ങൾക്കാണടാ മോശക്കേട് സാർ. ഞാൻ ഞങ്ങളെ കുടിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഓടിക്കില്ല സാർ. ഇതേപോലെ ഡ്രൈവർമാരുണ്ടല്ലോ, ഞങ്ങളെ കയറ്റിക്കൊണ്ട് പോയിക്കോളും. സാർ അതാ പറഞ്ഞ ശരി തന്നെയാണ്, ഞങ്ങൾ ഡ്രൈവിംഗ് ജോലി തന്നെയാണ്. പക്ഷേ കുടിച്ച് ലെക്ക് കെട്ട് ബോധമില്ലാതെ ഒരു അവസ്ഥയെ കിടന്നു കഴിഞ്ഞാൽ സാർ ഞങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകില്ല, അത് ആ പെരുവഴിയിൽ തന്നെ കിടക്കുള്ളൂ സാർ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി നല്ല മറുപടി കൊടുക്കുകയാണ്. സാർ എനിക്ക് പോകണം സാർ, എൻ്റെ ലൈസൻസ് നിങ്ങൾ കണ്ടല്ലോ, അപ്പം എന്നെ പിടിച്ചു വെക്കാനായിട്ട് യാതൊരു അവകാശമില്ല നിങ്ങൾക്ക്, ഞാൻ കുടിച്ചിട്ടുമില്ല, പിന്നെന്താ സാർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ശരി ഇവനെയൊക്കെ പറഞ്ഞു വിട്, ഇവനെയൊക്കെ ആരാണാവോ വളർത്തുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുകയാണ്. സച്ചിയാണെങ്കിൽ എൻ്റെ ദൈവമേ ഇവനൊക്കെ ഒരിക്കലും നന്നാവില്ലെന്ന് സച്ചിക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാവും. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ ഷോറൂമാണ്. അപ്പോൾ ആ ഷോറൂമിലേക്ക് ഒരാൾ വന്ന് ഇങ്ങനെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ നോക്കുക. അപ്പോൾ ശ്രുതി ഒരു കാഴ്ച കാണുകയാണ്. ശ്രുതി നേരെ അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്? വാഷിംഗ് മെഷീനാണോ ഫ്രിഡ്ജാണോ വേണ്ടത്? പുതിയ മോഡലും ബ്രാൻഡഡും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയാം. ആഹാ അത് ശരി, ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഇതല്ല എൻ്റെ വീട്ടിലില്ലേ, എനിക്ക് അവിടെ നോക്കിയാൽ പോരെ. അപ്പോൾ ശ്രുതിയാണെങ്കിലേ ഇവരെന്താണ് ഈ പറയുന്നത്? തനിക്കപ്പോൾ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, ഞാൻ ഈ ലെറ്റർ തരാൻ വേണ്ടി വന്ന. ലെറ്റർ തരാനോ? ആ ലെറ്റർ നിങ്ങൾ തരാൻ വേണ്ടി ആ ലെറ്റർ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് കൊടുക്കാം. കയ്യിലെടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഫ്രം അഡ്രസ്സ് ഞാൻ, ടു അഡ്രസ്സും നിങ്ങളുടെ കയ്യിൽ ഞാൻ തന്നില്ലേ, ഇപ്പം എന്താ പ്രശ്നം? ശേടാ അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആ ലെറ്റർ പൊട്ടിച്ച് വായിക്കാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇയാളെ കാണാനില്ല. ആരടവൻ, എന്താടവൻ എന്നൊക്കെ ചോദിക്കണം. ഒരു പിടിയില്ല സാറേ, നോക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് കയറി വന്നത്, അതുകൊണ്ട് ഞങ്ങൾ കയറ്റി വിടുകയും ചെയ്തു സാറേ. അവൻ എവിടെ പോയെന്ന് ഒരു എത്തും പിടിയില്ലല്ലോ. അപ്പോൾ ശ്രുതി ആ ഒരു ലെറ്റർ വായിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.